ചെങ്ങന്മാരെ, അപ്പോൾ നമ്മളൊരു അടിപൊളി ട്രിപ്പിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. എന്താ പറയുക, ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അടിപൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിപ്പോൾ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. കുറച്ച് ആ പ്ലാനിങ് ഒക്കെ കംപ്ലീറ്റ് ആണെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുറേ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്ന ഒരു മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നിലമ്പൂർ, ഊട്ടി, മൈസൂർ, അങ്ങനെയൊക്കെ ഊട്ടി 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 മതി, തൽക്കാലം ഊട്ടിയിൽ നിൽക്കട്ടെ. അപ്പൊ ഊട്ടി വരെ ഒന്ന് പോയി വരാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ യാത്രയുടെ ഓരോരോ കാഴ്ചകളായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമ്മുടെ കൂടെ നിങ്ങളും യാത്ര അങ്ങോട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മള് വൈക്കടവ്, ഗൂഡല്ലൂര്, നാടുകാണിച്ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ആന ഇറങ്ങുന്ന ഒരു പാതയിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അപ്പൊ രാത്രി സഞ്ചാരമൊക്കെ പണ്ട് ട്രാവൽ ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഊട്ടി സത്യം പറഞ്ഞ ഊട്ടി നല്ലൊരു ചോയ്സ് അല്ല. പക്ഷെ എന്താന്ന് വിചാരിച്ചാലേ, ഊട്ടി ഈ സമയത്തൊക്കെ എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ആക്സസ് ആവുന്നത് ഊട്ടി മാത്രമേ ഉള്ളൂ. ഒരു 2 days ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഊട്ടി നിയർ ഊട്ടി ലൊക്കേഷനാണ്. അപ്പോ നമുക്കിപ്പോ പണ്ടൊക്കെ ആ പോയ സമയത്ത് നമ്മുടെ ഈ ഒരു അന്നൊക്കെ ഒമ്നി വാനൊക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒമ്നി വാനിൽ പോയ സമയത്ത് നമുക്ക് ആനയൊക്കെ മുന്നിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും പേടിച്ച ആ ഒരു പേടിയൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല കേട്ടോ. ഉള്ളത് പറഞ്ഞാല് ആന കണ്ടാല് പേടിയൊക്കെ തന്നെയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ കൂടി തന്നെ അന്ന് ചെറിയ കുട്ടിയായിരുന്നല്ലോ, ഭയങ്കര ക്യൂരിയോസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ നമുക്ക്. ഇപ്പം ടോട്ടലി എന്താ പറയാ, നമ്മൾ ആ ഒരു പ്രായത്തിന്റെ മെച്യൂരിറ്റി കൊണ്ട് കുറച്ച് നമുക്ക് ആനയെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മനസ്സിലാവുന്ന പ്രായമാണ്. അപ്പൊ അതാണ് എന്താ കുരങ്ങന്മാരിതാ വരിക്കിരിക്കുന്നു. ഇപ്പോ ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ഒരു 1 month കൂടുമ്പോഴൊക്കെ ഒരു ട്രിപ്പ് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടോ ഒന്ന് പോകണം. എന്നാലേ നമുക്ക് ഈ ജോലിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാവുള്ളൂ. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തും ഒരേപോലെ കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കണം. എന്നാൽ മാത്രമേ ഒരു ശരിക്കും യഥാർത്ഥ മനുഷ്യനാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങളെ അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വൈക്കടവിന്ന് നമ്മൾ ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗേറ്റ് പാസ് എന്ന് പറഞ്ഞ തമിഴ്നാട് ഊട്ടി ഗേറ്റ് പാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് ഒരു 2-3 വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ട് തമിഴ്നാട് ഗേറ്റ് പാസ് വേണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ധൈര്യത്തിൽ പറയാ വേണ്ടാന്ന്. കാരണം നമ്മുടെ നെറ്റ് ഉപയോഗിച്ചിട്ട് യാതൊരു വിധ ചെലവുകളും ഇല്ലാതെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തമിഴ്നാട് ഊട്ടിയിലെ അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്കോ നീലഗിരിയിലേക്കോ ഉള്ള ഗേറ്റ് പാസ്. അത് പിന്നെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പം പോകുന്നവര് തലേന്ന് തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്ന ഡേറ്റ്, റിട്ടേൺ വരുന്ന ഡേറ്റ്, നിൽക്കുന്ന ലൊക്കേഷൻ, ഏതെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ. നമ്മൾ ഈ ചുരം കയറുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദ, ഒരു മാന്യത എന്നൊക്കെ പറയാം നിങ്ങൾ. എന്താന്ന് വിചാരിച്ചാല് നമ്മളിങ്ങനെ ഈ ലൈൻസ് ഒന്ന് കാണിച്ചു കൊടുക്കേ. ലൈൻസ് കണ്ടില്ലേ, ഇതേപോലെ ലൈൻസ് ഇടുമ്പോതാ ഒരു വലത്തെ സൈഡ് കൂടെ ഇപ്പോൾ ഒരു ആള് പാസ് ചെയ്യുന്നതാണ്. ഇത് ഓട്ടോറിക്ഷക്കാർ മാത്രമല്ല കേട്ടോ, കാറാരാണെച്ചാലും ചില പിക്കപ്പുകാരാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവണമെന്ന് വിചാരിച്ചാല് ഞമ്മക്കും പോകാൻ പറ്റൂല, അവർക്കും പോകാൻ പറ്റൂല, എതിരെ വരുന്ന യാത്രക്കാർക്കും പോകാൻ പറ്റൂല. നമ്മളിപ്പോ ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാൻ സിറ്റി ട്രാഫിക്കിലാണെങ്കിലും ഞാൻ ഈ ഒരു സംഭവം കാണാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാനൊരു ഗ്യാപ്പ് കൊടുക്കൂല അങ്ങനത്തെ ആൾക്കാർക്ക്. പക്ഷെ അങ്ങനത്തെ ആളുകൾക്ക് ഗ്യാപ്പ് കൊടുക്കുന്ന ആളുകളെ കൊണ്ടാണ് ഇവരിത് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ടീം വലത്തെ സൈഡ് കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കൊടുക്കണ്ട, നിങ്ങൾ ആരും ഒരു വഴിയും കൊടുക്കാതെ അങ്ങനെ തന്നെ സ്റ്റോപ്പ് ആക്കിയിടാം. എന്നിട്ട് എന്താക്കുക, ബാക്കിയുള്ള കച്ചറ വരുമ്പോൾ നോക്കാം. കാരണം നിയമം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒബേ ചെയ്ത് നാട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റണോ വണ്ടി ഓടിച്ചാൽ മതി. അല്ലാത്തവനാണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. ഇതാ ഒരു കാറാരെ ഇതാക്കണ കയറി വരുന്നുണ്ട്, അങ്ങനെ അവിടെ ബ്ലോക്ക് ആക്കിയിരിക്കണം ബാക്ക് സൈഡിൽ. എന്ത് ചെയ്യാനാലേ.
ഈ ഊട്ടിന്റെയും വയനാടിന്റെയും ഒരു പ്രത്യേകത ഞാൻ കണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ചുരമൊക്കെ കയറി ഈ തേയിലക്കാടിന്റെ ഒക്കെ നടുവിലൂടെയുള്ള ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് എയർ ആണ് എപ്പോഴും കിട്ടുന്നത്. അത് കാരണം നമ്മൾ ഈ സിറ്റീസിൽ നിന്ന് വരുന്നതിനെ കൊണ്ടായിരിക്കാം നമുക്ക് അവിടുന്ന് കുറച്ചൊരു ബ്രീത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്, ഒരു വിങ്ങൽ എന്നൊക്കെ പറയാം, അതുണ്ടാവും. പക്ഷെ ഇവിടുത്തെ എയറിന് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. അത് നമ്മളൊരു മൈൻഡ് പീസ്ഫുൾ ആക്കുന്നത്, അങ്ങനെ എല്ലാ സംഭവങ്ങളും. ഐ മീൻ നോർമലി നമ്മൾ എന്തോ ഒരു ഈ പ്രകൃതിയോടൊക്കെ ഇങ്ങനെ ലയിച്ച് ചേരാന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ടെൻഡൻസിയിലേക്കാണ് പോകുന്നത്. അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് അതൊക്കെ നോക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് ഓരോരോ കാഴ്ചകൾ. എന്തോ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചെടുത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാല് നമ്മളിങ്ങനെ യാത്ര മെല്ലെ പോയാൽ മതി, മെല്ലെ പോയിട്ട് നല്ല ആസ്വദിച്ച് കാണാം. അതാണ് അതിൻ്റെതായിട്ടുള്ളൊരു വൈബ്. നമ്മുടെ ഊട്ടീന്റെ ചില പ്രത്യേകതകളാണ് ഞാൻ സത്യം പറയാന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം തോന്നുന്നു, ഒരു മിനി സ്വിറ്റ്സർലാൻഡ്. അത് മുന്നേയും ഊട്ടി കണ്ടതാണ്. പക്ഷെ എനിക്കറിയില്ല, ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പൊ നിങ്ങൾ അതേ മെന്റാലിറ്റി തന്നെയാണ്. ചിലപ്പോൾ വിചാരിക്കും ഊട്ടി അതിപ്പോ എല്ലാവരും പോകുന്ന ഒരു ലൊക്കാലിറ്റി. പക്ഷെ സത്യത്തിൽ യാഥാർത്ഥ്യം എന്താണ്, കുറച്ചു കാലം ഊട്ടിയെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഊട്ടി എന്തോ ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര എന്താ പറയാ, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടേക്ക് എത്തേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പണ്ടത്തെ കുറെ ഓർമ്മകളും പണ്ട് ഫാമിലിന്റെ കൂടെ ഒക്കെ വന്നത്, ശരിക്കും പറഞ്ഞാൽ ഫാമിലിന്റെ കൂടെ ഒക്കെ വന്ന സമയത്ത് നമ്മൾ പിള്ളേരല്ല, നമുക്ക് അഡ്വഞ്ചറസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ. പ്രത്യേകിച്ച് സൈറ്റ് സീയിങ്ങിന് ഓക്കെയാണ് ഊട്ടി. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ഊട്ടി. ബട്ട് ഇപ്പോ എനിക്ക് എന്താ അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4:30 ട്രെയിൻ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കേസ് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള റിട്ടേൺ ഉണ്ടാവില്ല.
ബസ്സിനൊക്കെ പോകേണ്ടി വരും. ബസ് അതേപോലെ ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട. അതിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ഉള്ളത് പറയാന്ന് വെച്ചാൽ കോഴിക്കോട്ട്, നമ്മളെ കേരളത്തിലെ കോഴിക്കോട് എന്നുള്ള സ്ഥലത്ത് കുറച്ച് ആ കാര്യത്തിൽ കുറച്ചൊരു മയണ്ട് എന്നാണ് കേട്ടത്. ബാക്കി കേരളക്കാർ ആൽമോസ്റ്റ് ആ ഈ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് ഓക്കെയാണ്. പക്ഷെ കേരളത്തിൽ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ തൊള്ള തോന്നിയ റേറ്റൊക്കെ പറയാം. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് കിട്ടുന്ന വേറെ ട്രാൻസ്പോർട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും നല്ലത്. പിന്നെ വേറൊരു ഓപ്ഷൻ പറഞ്ഞാൽ യൂബറാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഊട്ടിയിലൊന്നും യൂബർ എന്ന് പറഞ്ഞ സംഭവമൊന്നും വലിയ അതില്ല. മെയിനായിട്ട് ഇവിടുത്തെ നോർമൽ ഓട്ടോക്കാരും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കിട്ടും, ഇവിടുത്തെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പോലീസുകാരാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളാണ്ട് എന്തെങ്കിലും പോയിട്ട് ഒരു സഹായം ചോദിക്കുമ്പോഴത്തേക്കും അവർ കറക്റ്റ് എല്ലാ അഡ്രസ്സും ഇത് കാര്യം അവർക്കൊന്നുമല്ല, അവർക്ക് ഈ ടൂറിസ്റ്റുകളെ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു അതൊരു ശീലമായിട്ട് മാറിയതിനെ കൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടു ഊട്ടി. ഊട്ടിയുടെ ഒരു വശ്യമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത്. അപ്പം നിങ്ങളെയും കൂടി ഇന്ന് ആ ഒരു കാഴ്ചകളെല്ലാം കാണിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അതങ്ങനെയാണല്ലോ. വെരി രാവിലത്തെ നാൾ സെറ്റായിട്ടിരിക്കുക, കാഴ്ചകളൊക്കെ കാണാൻ സെറ്റായിട്ട് നിൽക്കുക. ഫുള്ള് ഞങ്ങൾ എടുത്ത വില്ലേജ് റിസോർട്ട് തെറ്റില്ല കേട്ടോ. കാരണം ശേഷം നല്ല വ്യൂസാണ്, നല്ല മൗണ്ടൻ വ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല തണുത്ത കാറ്റടിച്ചിട്ട് അത്യാവശ്യം ചെറിയൊരു മയം കൂടി പെയ്യുന്നതിനെ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തണുപ്പുണ്ട്. ഇവിടെ ഈ തുലിപ്സ് വില്ലേജിൻ്റെ വശ്യമനോഹരമായ ആ ഒരു കാഴ്ചയില്ലേ, നമ്മളാരെയും മനം മയക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ഒരു കാറ്റിൻ്റെ ആ ഒരു ശബ്ദം? കാറ്റിൻ്റെ ശബ്ദത്തിൽ ഭയങ്കര തണുപ്പും കൂടെ ഇരുന്നുണ്ട് കേട്ടോ. കയ്യൊക്കെ തന്നെ നന്നായിട്ട് ക്യാമറ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് കൂടി ഷെയ്ക്കിങ് ആണ് വരുന്നത്. കാരണം ലോക്കലേജ് എന്നൊന്നും പറയരുത്. വയനാട്ടിലേക്ക് സത്യം പറഞ്ഞാൽ വയനാട് കുറേ ഭാഗങ്ങളൊക്കെ സിറ്റീസായി പോയി. ഓൺലി പറയാം കേട്ടോ, വയനാട് കുറേ ഭാഗങ്ങൾ സിറ്റി ആയിട്ടുണ്ട്. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്, ഊട്ടിയെ വിശേഷിപ്പിക്കുന്നത് മിനി മണാലി എന്നാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം മണാലി ടൈപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ മണാലിയിൽ കുറച്ച് തണുപ്പ് കുറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മുടെ ഊട്ടി. നമ്മൾ ഹങ്കർ ഫോർട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഏതോ നമ്മളെ ഈ മനുഷ്യന്മാരെ തന്ന ആ പടത്തിൻ്റെ പേരെന്തീ റോങ് ടേണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു റോഡ്. ഒരു റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ പോലും ചിലപ്പോൾ തല ഇരിഞ്ഞിട്ടൊക്കെയാണ് പല ഏരിയയിലുള്ളത്. അപ്പോൾ എനിക്ക് ഏകദേശം ആ ഫീല് പോലെ തോന്നി. നമുക്ക് ഒറ്റ വീട് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ അല്ലേ? ഈ വൈക്ക് വന്നിട്ട് അറിയില്ല, പക്ക കാട്, പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീല് കറക്റ്റായിട്ട് ഇതിന് കിട്ടുന്നുണ്ട്. അത് ഇവിടുന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഊട്ടി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റൈറ്റിലേക്ക് ഒരു കട്ടിങ് ആണ് നമ്മളെ ഇതിലേക്കൊക്കെ പോകുന്നത്. എന്താ പറയുക, പിന്നെ നമ്മുടെ ഹങ്കർ ഫോർട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഹങ്കർ ഫോർട്ടിലേക്ക് പോകുന്ന റോഡിന് കയറി കഴിഞ്ഞാൽ കുന്ത എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം കുന്ത എന്നുള്ള ലൊക്കേഷൻ, ഊട്ടി എത്തിയിട്ട് കുന്ത എന്നുള്ള ലൊക്കേഷനിലേക്ക് വിട്ടാൽ തന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. KL 65 ഇങ്ങോട്ട് പോണത്. അതെറ്റി ഇതാണ് നമ്മുടെ ലൗഡേൽ സ്റ്റേഷൻ. ഞാൻ പറയില്ലേ നേരത്തെ, ഏകദേശം 125 വർഷത്തെ പഴക്കമുള്ള ട്രെയിനാണ്. മേട്ടുപാളയം, കൂനൂര്, കുതമംഗലം. ഇപ്പോൾ നിൽക്കുന്നത് ലൗഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേൻ്റെ സ്റ്റേഷനിലാണ്. അപ്പം ഏകദേശം 1866 മുതൽ 1899 ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഊട്ടി ടോയ് ട്രെയിൻ പൈതൃക ട്രെയിനാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അത് ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. 1800 1900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേനെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അതായത് റെയിൽവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും ഒരു ഫോറസ്റ്റിലൂടെ അവർ ഈ ഒരു റെയിൽ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അന്നത്തെ എൻജിനീയേഴ്സിൻ്റെ കഴിവൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അന്നത്തെ എൻജിനീയേഴ്സിൽ എന്നും മികവുറ്റ എൻജിനീയേഴ്സ് ഉണ്ട്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ബട്ട് ആ ഒരു പ്രതിസന്ധിയിൽ പോലും അവർ ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു ലോകത്ത് മൊത്തം അറിയപ്പെടുന്ന ഊട്ടി ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ട്രെയിൻ ട്രാവലിംഗ്.
അപ്പോൾ ഇത് എന്തായാലും ഊട്ടിയിൽ വന്നാൽ എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെയാണ്. കാരണം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടം എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം ഇന്നലെ നമുക്കിപ്പം ഊട്ടി ടു കൂനൂർ പോയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ വരുന്നത് ഊട്ടി ടു മേട്ടുപാളയമാണ്. ഊട്ടി ടു മേട്ടുപാളയം പോയി കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ടു കൂനൂരാണ് നമുക്ക് സിമ്പിൾ ട്രാക്ക്. ആ സിമ്പിൾ ട്രാക്ക് പോയി കൂനൂരിൽ നിന്ന് നമുക്കൊരു 20 to 30 നമുക്കൊരു 50 റുപ്പീസ് ബിലോ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ബസ് കിട്ടും. ആ ബസ്സിൽ നിന്ന് റിട്ടേൺ നമ്മൾ നേരെ ഊട്ടിയിലാണ് നമ്മൾ സ്റ്റേ എങ്കിൽ തിരിച്ച് അങ്ങനെ വന്നാൽ മതി. ഓക്കെ. ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ലൗഡേൽ ഊട്ടിയത്തെ. എന്താ രസം എന്നറിയാം കാണാൻ. ഇതേത് വഴിക്ക് വരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ആ റോഡ് കുറച്ചൊന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എല്ലാം കൂടി മിക്സഡ് ആയിട്ടൊരു വഴി കാണാൻ നിങ്ങൾക്ക്. ചെറിയ കൺഫ്യൂസിങ് ആണ്. അവിടുന്ന് നേരെ ഹങ്ങർഫോർഡ് ലൊക്കേഷൻ അടിച്ചാൽ മതി. ഹങ്ങർഫോർഡ് ലൊക്കേഷൻ അടിച്ചാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. എൻ്റെ മോനെ എമ്മാരി കാഴ്ച നോക്കിയ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും. ഞാൻ അറിയില്ല, ഇതൊക്കെയാണ് നമ്മളെ സ്വർഗം എന്ന് പറയുന്നത്. ഈ കാഴ്ച ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നേരെ ഊട്ടിയിലേക്ക് വന്നോളൂ കേട്ടോ. ഊട്ടിയിലേക്ക് വന്ന് പൊളിച്ചോളൂ. ഈ കാഴ്ചകളെ കണ്ടിരിക്കാം. രസമായിരിക്കും. ആ ട്രെയിനിൻ്റെ ഇതും സൗണ്ടും കേൾക്കുന്നുണ്ട്. ആ ഒരു ട്രെയിനിൻ്റെ സൗണ്ടാണ് ഇവിടെ ഹൈലൈറ്റ്. കാരണം വേറെ എന്ന് പറഞ്ഞാൽ കിളിൻ്റെ സൗണ്ട്, ട്രെയിനിൻ്റെ സൗണ്ട്, ആ ട്രെയിൻ എപ്പോഴെങ്കിലൊക്കെ ആ ചൂളം വിളിച്ച് പായുന്ന ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സ്പോട്ടാണ് തലാകുന്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഈ സ്പോട്ടിനെ വേണമെങ്കിൽ നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കാം. അത്രക്കും അടിപൊളി സ്പോട്ടാണ്. എന്താ ഭംഗി എന്ന് പറയും. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്തിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണോ എന്നറിയത്തില്ല, നന്നായിട്ട് നല്ല എന്താ പറയുക, കുറച്ച് കുതിരകളൊക്കെ ആയിട്ട് കുതിര, അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇതാക്കുന്ന തൊട്ട സ്പോട്ടിൽ തന്നെ കാട്ടുപോത്തുണ്ട്. എന്താ സ്പോട്ട്, അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. നോക്കി സ്പോട്ടൊക്കെ നോക്കി, എന്താ അടിപൊളി, എന്താ രസം കാണാൻ. തലാകുന്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട്. നമുക്കിവിടെ ഇരിക്കാനായിട്ട് കുറച്ച് മരക്കുറ്റികളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ആ മരക്കുറ്റിയിലേക്ക് ഇരുന്നിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് ഫ്രീ ആയി ഇരുന്ന് കഴിഞ്ഞാൽ ആകാശവും താഴത്തുള്ള പച്ചപ്പ് പറഞ്ഞ ഭൂമിയും അതേപോലെ തന്നെ ഒരു ചെറിയ ഒഴുകുന്ന ലൈക്കും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു വണ്ടർഫുൾ വിഷ്വലാണ് നമുക്ക് മുന്നിലുള്ളത്. ശരിക്കും ഞാൻ ഈ പറയുന്നത് തന്നെ നമ്മൾ അനുഭവിച്ചറിയണം, അവിടെ വന്നിട്ട് ഫീൽ ചെയ്യണം. അതൊക്കെ ഒരു ചെറിയ നേരിയ തണുപ്പും ഇപ്പോൾ ചെറിയൊരു വെയിൽ വരുന്നുണ്ട്, എന്നാൽ കൂടി തന്നെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ മൈൻഡ് ഔട്ടായി പോവാ. ഈ കത്തിപ്പോവാന്നൊക്കെ പറയുന്നില്ലേ, എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടായിട്ട് കത്തിപ്പോവും. പിന്നെ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ. തരാകുന്ത എന്ന് പറഞ്ഞ സ്ഥലത്തെ ആൾക്കാർ നോർമലി പോകുന്ന കുറച്ച് സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ വ്യൂ പോയിന്റ്, അതായത് നമ്മുടെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഷൂട്ടിംഗ് പോയിന്റ് ഇല്ല, അവിടേക്കൊക്കെ എല്ലാവരും തള്ളി കയറുന്നുണ്ട്. അപ്പോൾ കോമൺലി ആളുകൾക്ക് അറിയുന്ന ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് ലൊക്കേഷനാണ്. അപ്പോൾ നേരെ തള്ളി കയറും അവിടേക്ക്. പക്ഷേ ഞങ്ങളിന്ന് പോയ ലൗഡേലിൻ്റെ ഒരു അറ്റവും അതേപോലത്തെ ഈ തരാകുന്ത
ഇതേപോലത്തെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഈ ഹറിബറി എന്നൊക്കെ ഒന്ന് കഴിച്ചിലായിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാവലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരുപാട് മരങ്ങൾ തിന്നിട്ട് എല്ലാം വെട്ടി മുറിച്ചതാണ്. ആക്ച്വലി ആ മരങ്ങൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, ഈ പറഞ്ഞതിൽ നിന്നൊരു ലെവൽ കൂടിയിട്ടുള്ള പ്ലേസായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളും വരിക, എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് ആളുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും ഇതിൽ. ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഊട്ടിയിലേക്ക് വന്നിട്ട് പക്ഷെ എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു ഊട്ടിയിലേക്ക് വീണ്ടും വരാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് സ്പോട്ടിലേക്ക്